എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ കഴിഞ്ഞ 2020 ഡിസംബർ 23 കാലത്ത് 10:52 കേരളത്തിൻ്റെ പ്രശസ്ത കവയിത്രിയും അതിലുപരി പ്രകൃതി സ്നേഹിയുമായിരുന്ന ശ്രീമതി സുഗതകുമാരി ടീച്ചർ നമ്മെ വിട്ടു പോവുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ കൊറോണ എന്ന പറയുന്ന മഹാമാരിയുടെ ആ കാലഘട്ടത്തിൽ നിരവധി മഹാരത്നങ്ങൾ പൊലിഞ്ഞതുപോലെ ഒരു മഹാരത്നവും കൂടി പരലോകത്തേക്ക് യാത്രയായി. അതിയായ സങ്കടമുണ്ട്. പക്ഷേ അവരുടെയെല്ലാം ശക്തമായ ചിന്തകളും അത് വാക്കുകളിൽ കൂടി എന്നെന്നും അവർ ജീവിച്ചുകൊണ്ടേയിരിക്കും എന്നോർക്കുമ്പോൾ സന്തോഷവുമുണ്ട്. എന്തായാലും ഇവർ മരിക്കുകയില്ല. ഇവരുടെ ചിന്തകൾ പുതുചിന്തകളായി മാറി ഇനിയും ഏറെ ജന്മങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ 86 വയസ്സ് നീണ്ട ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരു പ്രകൃതി സ്നേഹപരമായിട്ടുള്ളതും വിദ്യാഭ്യാസപരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു നല്ല കുടുംബ പാരമ്പര്യത്തിലൂടെ വളർന്ന ടീച്ചർ, അത് തന്നെയാണ് ടീച്ചറുടെ മഹത്വവും. അദ്ദേഹത്തിൻ്റെ അച്ഛൻ, പിതാവ് ബോധേശ്വരൻ എന്ന കവിയായിരുന്നു. ഫ്രീഡം ഫൈറ്റർ, സ്വതന്ത്ര സമര സേനാനിയായിരുന്നു. മാത്രമല്ല അവരുടെ അമ്മ കാർത്യായനി അമ്മ സംസ്കൃത പ്രൊഫസറായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ 2 സഹോദരികൾ, പരേതയായിട്ടുള്ള പ്രൊഫസർ ഹൃദയകുമാരിയും സുജാത കുമാരി, ഇവർ 2 പേരും കവയിത്രികളായിരുന്നു. അതിലുപരി അവരുടെ ഭർത്താവ് ശ്രീ വേലായുധൻ നായർ പ്രസിദ്ധ ഗ്രന്ഥകാരനും സാഹിത്യകാരനുമായിരുന്നു. അവരുടെ മകൾ എസ് ലക്ഷ്മി ദേവിയും പ്രമുഖ കവയിത്രിയാണ്. ചുരുക്കി പറഞ്ഞാൽ വാക്കുകളുടെ എല്ലാം പാരമ്യത്തിലിരിക്കുന്ന ഒരു മഹത്തരമായിട്ടുള്ള കുടുംബമായിരുന്നു ടീച്ചറുടേത്. അതാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ശരി. അതുകൊണ്ട് തന്നെ ടീച്ചറെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യം അവർ ഒരു നേച്ചറിസ്റ്റ്, പ്രകൃതി സ്നേഹി. എവിടെ പ്രശ്നങ്ങൾ പ്രകൃതിക്ക് സംഭവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ശബ്ദമുയർത്തിയ വേറിട്ടൊരു വ്യക്തിത്വമായിരുന്നു ടീച്ചർക്ക്. പാവപ്പെട്ടവരെ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ, സ്ത്രീകൾക്കെതിരെയുള്ള പല പ്രശ്നങ്ങൾക്കും ശബ്ദമുയർത്തിയ ഒരു സ്ത്രീരത്നവും കൂടിയാണ് ടീച്ചർ. മാത്രമല്ല സൈലൻ്റ് വാലി, ആറന്മുള, നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ അതിരപ്പള്ളി പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും വളരെയധികം അതിനെതിരെ ശക്തമായി പ്രതികരിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു ശ്രീമതി ടീച്ചർ. അവരുടെ വാക്കുകൾ തന്നെ നമുക്ക് പ്രചോദനമാണ്.
എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്കായി കവയിത്രികളാവാറുണ്ട്, അല്ലെങ്കിൽ കവികളാവാറുണ്ട്. ഇവിടെ തികച്ചും സ്വാർത്ഥതയില്ലാതെ സെൽഫ്ലെസ്സായിട്ട് പാവപ്പെട്ടവരുടെ കണ്ണിലുണ്ണിയായി മാറാൻ സുഗതകുമാരി ടീച്ചർക്ക് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. പാവങ്ങളായിട്ടുള്ള പട്ടിണി കിടക്കുന്ന അവരെ ഓർത്തുകൊണ്ട് അവർക്ക് തണലായി, അതുപോലെ സ്ത്രീകൾക്കൊരു തണലായി, അതുപോലെ പ്രകൃതിക്ക്, ഭൂമിക്കൊരു തണലായി എന്നും ഗർജിച്ചിരുന്ന ഒരു വനിതയായിരുന്നു ടീച്ചർ. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സഹ്യനേൽക്കുന്ന ഏതൊരു മുറിവും, സഹ്യപർവ്വതത്തിനേൽക്കുന്ന ഏതൊരു മുറിവും ടീച്ചറുടെ ഹൃദയത്തിൻ്റെ മുറിവ് പോലെയാണ് ടീച്ചർ കരുതിയിട്ടുള്ളത്. അത് നമുക്ക് വ്യക്തമാക്കാൻ പല ഉദാഹരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആറന്മുളയിൽ ജനിച്ചു വളർന്ന, പഴയ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ആറന്മുള വിമാനത്താവളം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും അതിനെ നമുക്ക് അവിടെ നിന്ന് മാറ്റുകയും അങ്ങനെ ആ പ്രകൃതിയെ സംരക്ഷിക്കുന്ന സമരത്തിൽ വളരെ ആ ജന്മനാടിനോടുള്ള ആ ഒരു പ്രതിബദ്ധതയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ സൈലൻ്റ് വാലിയെ നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല. അതൊരു നാഷണൽ പാർക്കാക്കി മാറ്റുന്നതിലേക്ക് ശക്തമായ ഒരു പ്രതികരണമുണ്ടാക്കിയ ഒരു കവിയായിരുന്നു സുഗതകുമാരി ടീച്ചർ. ആ കവിതകളൊക്കെ നമുക്ക് ഇന്നും ആ പ്രകൃതിയുടെ, ഭൂമിയുടെ, അല്ലെങ്കിൽ ആ മണ്ണിൻ്റെ മണം നമുക്കിന്നും അതിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ നിരവധി കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആ കവിതകളൊക്കെ ശരിക്കു പറഞ്ഞാൽ ഹൃദയത്തിൽ തട്ടുന്ന ഒന്നാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. കാരണം ടീച്ചറായി എന്നുള്ളതാണ്, ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. കാരണം അറിവ് കൊടുക്കാനും അറിവ് പകരാനും അറിവ് നേടാനും ഏറ്റവും നല്ല ഒരു സംവിധാനമാണ് ടീച്ചർ എന്നുള്ള ആ ഒരു സ്ഥാനം. ആ എല്ലാവരുടെയും കേരള മക്കളുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും എല്ലാവരുടെയും ഹൃദയത്തിൽ ടീച്ചറായിക്കൊണ്ട് സുഗതകുമാരി ടീച്ചർ എന്നെന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കും എന്നെനിക്ക് ഉറപ്പാണ്. അവരുടെ ഹൃദയത്തിൻ്റെ ആ തുടിപ്പുകൾ ഇനിയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അവരുടെ നിത്യശാന്തിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി അവരെഴുതിയ നാളേക്ക് വേണ്ടി എന്ന ഒരു കവിതാശകലം ഞാൻ സമർപ്പിക്കുകയാണ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു.
അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ഇതു ദേവി ഭൂമിതൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇത് ദേവി ഭൂമിതൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇതു ദേവി ഭൂമിതൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതുപോലെ നിരവധി കവിതാശകലങ്ങൾ നമുക്ക് പാടാനുണ്ട്, അതുപോലെ പ്രവർത്തിക്കാനുമുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ ഭാരതദേശം പത്മശ്രീ അവാർഡ് കൊടുത്തുകൊണ്ടും കേരളദേശം സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, അങ്ങനെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ഈ ടീച്ചർ അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാനത്തിന് പെരുമ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് തികച്ചും അന്വർത്ഥമാണ്. ആ ടീച്ചറുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി ഇനിയും അവർ തിരിച്ചു വരണം എന്നുള്ള ആ ചിന്തയോടുകൂടി അവരെ എന്നെന്നും സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം.